ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ബിൻസീസ് ഹോം മെയ്ഡ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പനീർ മസാലയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് പാൽ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പനീറിൻ്റെ റെസിപ്പി മുമ്പായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കൂട്ടോ. നമ്മളിന്ന് ആ പനീർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പനീർ മസാല ഉണ്ടാക്കുന്നത്. പനീറെല്ലാം ഞാൻ ഓൾറെഡി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിതൊന്ന് ചെറുതായി വറുത്തെടുത്തതിന് ശേഷമാണ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് തിരുമ്മിയെടുത്തതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പാനിലേക്ക് ഒരു 3 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ചേർത്തിട്ടായാലും വറുത്തെടുക്കാം. അതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി, ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പനീർ ഞാൻ ഓൾറെഡി ഒരാഴ്ച മുന്നേ തന്നെ ഉണ്ടാക്കി ഫ്രീസറിൽ വെച്ച് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഫ്രീസറിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ മതി. 1 മാസം വരെയൊക്കെ കേടുകൂടാതെ ഇരുന്നോളും. അപ്പോൾ അങ്ങനെ ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കുന്ന പനീറൊക്കെ നല്ല ഫ്രോസൺ ഫോമിലായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് നേരം മുന്നേ തന്നെ ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ അത് പഴയ പോലെ തന്നെ നല്ല സോഫ്റ്റായി കിട്ടും. ഇതിടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് 2 സൈഡും നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് ഡയറക്റ്റായിട്ട് പനീർ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇതുപോലെ നെയ്യിലോ അല്ലെങ്കിൽ ബട്ടറിലോ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ചേർക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. പനീറെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേ പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണോളം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം നെയ്യ് തന്നെ ചേർത്താൽ മതി. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 4 ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2-3 ചെറിയ കഷ്ണം കറുവാപ്പട്ടയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണ്ട എരിവിനനുസരിച്ച് 3-4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇത് കൂടാതെ നമ്മൾ പിന്നീട് മുളക് പൊടി ചേർക്കും. എന്നാൽ നമ്മളിപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് വറുത്ത് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വറ്റൽമുളക് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 2 ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒരുവിധം ഒന്ന് വറുത്തൊന്ന് പാകമായി വരുന്ന സമയത്ത് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ വളരെ ചെറിയ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഇത് നമ്മൾ പിന്നീട് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കും. ഈ സവാള നല്ലപോലെ വാട്ടി നല്ല ബ്രൗൺ കളറാക്കി എടുക്കണം. അപ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. സവാളയൊക്കെ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സവാള വഴണ്ടി വരാൻ വേണ്ടി മാത്രമായിട്ടേ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളൂ. ഇത് നമ്മൾ ഗ്രേവി പോലെ അരച്ചെടുത്തതിന് ശേഷം പിന്നീട് പാകം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സവാളയെല്ലാം നല്ലപോലെ മുരിഞ്ഞ് വരണം. അപ്പോഴാണ് ഈ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സവാളയെല്ലാം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ സാധാരണ മുളക് പൊടി വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും എരിവ് കുറവായിരിക്കും, പക്ഷെ നല്ല കളർ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് വേറെ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള വറ്റൽമുളക്, കറുവാപ്പട്ട, ഏലക്ക അങ്ങനെ തുടങ്ങിയ സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി മുന്നേ തന്നെ വറുത്തെടുത്തിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളിത് അരച്ചെടുക്കുമ്പോൾ അതെല്ലാം നല്ലപോലെ അരഞ്ഞു കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഇനി കൂടുതലായിട്ട് ഇതിലേക്ക് മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിലെ മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഈ തക്കാളി നല്ലപോലെ വെന്തുടഞ്ഞു വരണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ മസാല എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ വീണ്ടും ഇതേ പാനിലേക്ക് എണ്ണ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം വീണ്ടും. ഇനി ഇത് നല്ലപോലെ എണ്ണ തെളിഞ്ഞു വരുന്ന പാകമാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഗ്രേവി ഇതുപോലെ ചൂടാവും തോറും ഇത് കുറച്ചും കൂടി ഡാർക്കർ ഷെയ്ഡായിട്ട് വരും. ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഫ്രഷ് ക്രീമും കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേവിക്ക് കുറച്ചും കൂടി ടേസ്റ്റും ഉണ്ടാവും, അതുപോലെ കുറച്ച് തിക്കായിട്ടുള്ള ഫോമിലായിരിക്കും കിട്ടുക. അതല്ലെങ്കിൽ കുറച്ച് കാഷ്യൂസ് ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം നല്ലപോലെ അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അതാകുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ശരിക്കും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ആ ഒരു ടേസ്റ്റ് കിട്ടുക. ഇതിപ്പോൾ മിക്ക സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും. ഇത് നമ്മളുടെ ഉലുവയുടെ ഇല ഉണക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് മൂടി വെക്കണം. അപ്പോഴാണ് ഈ കസൂരി മേത്തിയുടെ ഫ്ലേവർ നമ്മുടെ ഗ്രേവിയിൽ മുഴുവനായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കുകയാണ്. ഈ പനീറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ മസാല എല്ലാം ഇതിൽ നല്ലപോലെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി വീണ്ടും ഇതൊരു 2 മിനിറ്റ് നേരത്തേക്കും കൂടി ഒന്ന് മൂടി വയ്ക്കണം. അപ്പോഴത്തേക്ക് ഈ മസാല എല്ലാം നല്ലപോലെ പനീറിൽ പിടിച്ച് കിട്ടും. അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടിയും ഫ്രൈഡ് റൈസിൻ്റെ കൂടി അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. നിങ്ങളിത് തീർച്ചയായിട്ടും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ ഇനി മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.